ഹലോ, മറിയം വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പം അക്കൗണ്ടിങ് ബേസിക്സ് ഒന്നും അറിയത്തില്ലാത്തവർക്കും ഇനി മറന്നു പോയവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം എന്താണ് അക്കൗണ്ടിങ്? അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറയുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ എ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് ബുക്ക് കീപ്പിംഗ്. അപ്പം അതായത് നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എങ്ങനെ സമ്മറൈസ് ചെയ്യാവോ അതുപോലെ ചുരുക്കി അത് ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ബുക്ക് കീപ്പിങ്ങിന് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനേഷൻ പറയുന്നത് bookkeeping may be defined as the art and science of correctly and systematically recording in the book of accounts the business transaction of an individual on a concern in the way to show clearly the monetary effect of each such transactions. അതായത് നമുക്ക് കാര്യങ്ങൾ കൊടുത്തതാണോ കിട്ടിയതാണോ കൊടുക്കാനുള്ളതാണോ എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കും. ഒന്നാമത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ദ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് സാമ്പത്തികമായ ഇടപാടുകളെല്ലാം രേഖപ്പെടുത്തുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടു അനലൈസ് ദ എക്സ്പെൻഡിച്ചർ ടു സർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് വേരിയസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ബൈ ദ കമ്പനി, ഫിക്സ് ദ പ്രൈസ് ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പം ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഓരോ പ്രൊഡക്റ്റിനും നമ്മളെ വില നൽകി അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആകുന്ന വരെയുള്ള നമ്മൾ നൽകുന്ന വിലയിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് റാഷണൽ പോളിസി ഡിസിഷൻ. ഇറ്റ്സ് ഓൾസോ ഹെൽപ്പ് ടു ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് പാസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ. അതായത് അന്ന് പോയ തെറ്റുകളൊക്കെ നമ്മൾ തിരുത്തുന്നതാണ്. പിന്നെ ബേസിക് തിങ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പം മുടക്കുന്ന മൂലധനമാണ്. അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ഫിക്സഡ് ക്യാപിറ്റൽ എന്നും പറയാം. വർക്കിംഗ് ക്യാപിറ്റലാണെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി കുറവായിരിക്കും. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മണി കയ്യിലിരിക്കുന്ന ക്യാഷ് അതിന് എക്സാമ്പിളാണ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലാൻഡ്, ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൈസ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലാതെ പേഴ്സണൽ യൂസിന് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പിന്നെ സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെങ്കിലും പൈസ ഇങ്ങോട്ട് തരാനുള്ളതും, സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും പൈസ തരാനുള്ളത്. പിന്നെ സെയിൽ എന്ന് പറയുന്നത് നമ്മൾ കച്ചവടമായിരിക്കും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിറ്റ് പോകുന്നതിനാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു നമ്മളൊരു ബിസിനസ്സിനെ നമ്മളൊരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റി ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ബിസിനസ് എൻറ്റിറ്റി ഈസ് ആൻ ഐഡൻറ്റിഫിയബിൾ ബിസിനസ് എൻ്റർപ്രൈസ് സച്ച് ആസ് സപ്ലയർ, ജുവൽസ് ആൻഡ് സോ ഓൺ. അപ്പം എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. പിന്നെ ട്രാൻസാക്ഷൻസ്. അപ്പം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം ട്രാൻസാക്ഷൻസാണ്. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ബിസിനസ് നടത്തി നമുക്ക് കിട്ടുന്ന ലാഭത്തെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുന്നതാണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് നടത്തി നമുക്കൊരു എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് നമ്മുടെ ബിസിനസ് നല്ലതായതുകൊണ്ട് ആരെങ്കിലും നമുക്ക് പൈസ തരുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പാർട്ടിസിപ്പേഷനിൽ വിന്നർ ആവുന്നതോ അങ്ങനെ നമുക്ക് ചുമ്മാ ഒരു കോർട്ട് കേസിൽ നമ്മൾ വിൻ ചെയ്തിട്ട് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്നതിനെല്ലാം നമ്മൾ ഗെയിനായിട്ട് കിട്ടും. ലോസ് എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടങ്ങളാണ്.
നമുക്കുള്ള ബിസിനസ് നടത്തി നഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ ലോസായിട്ട് കാണത്തുള്ളൂ. പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടുകളുണ്ട്. പിന്നെ അടുത്ത വൗച്ചറും ഇതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ടു സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ എസ് വൗച്ചർ. അതായത് കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വൗച്ചറുകൾ കിട്ടത്തില്ലേ, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അത് ചിലപ്പം പൈസയായിട്ടായിരിക്കും അങ്ങനെ പലത്. പിന്നെ ഗുഡ്സ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് വിൽക്കാനുള്ള നമ്മുടെ പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് ടേംസ്. പിന്നെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്ങിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്യാഷ് മെത്തേഡ് അക്കൗണ്ടിങ്, പിന്നെ അക്യുറൽ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൻ്റെ PDF പിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.